നല്ല അടി അടിക്കാം. നല്ല അടി അടിക്കാം. ലൂട്ടൊക്കെ എടുത്ത് സെറ്റ് ആയിട്ട് തട്ടേ അടിച്ചു പോകുമ്പോഴാണ് ഒരു രസമില്ലാത്ത. തുടങ്ങി ഞാൻ റെഡി, എപ്പോഴേ റെഡി. 6 പോയിന്റ്. ഇല്ല പിടിക്കാം. ഇവന്മാര് നമ്മളെ ഈ ലോഡൗട്ട് കാര്യങ്ങളെ കാണുമ്പോ നമ്മളെന്താ പുറമാണെന്ന് അവന്മാരായിരിക്കും കേട്ടാ. നമ്മള് തിരിച്ച് ഒന്നും നോക്കണ്ട അടിച്ചോട്. ഷോട്ട് ഗൺ ഉണ്ടോ? എന്നാ വലിച്ചറാ, എന്നാ ഒന്നും ചെയ്യാൻ പറ്റൂല. ഷോട്ട് ഗൺ ഉണ്ടെങ്കിൽ സമയം തന്നാ മതി നമുക്ക്. സത്യം ഷോട്ട് ഗൺ ഉണ്ടെങ്കിൽ ആരാ അടിച്ചല്ലോ. ഞാൻ പോയി തൂക്കട്ടെ. ഞാൻ കയറി ഒരുത്തൻ എടുത്ത ഒരുത്തൻ തിരിച്ചെടുത്താണ്. അവര് കളിക്കുന്നുണ്ട് കേട്ടാ. ഞാൻ ബാക്ക് സപ്പോർട്ട് തന്നാ മതിയാ. ഒരു ദുനിയാവിനൊക്കെ അടിക്കണോ. ഇവിടെയാണ് ബെസ്റ്റ് പൊസിഷൻ, ഞാൻ നിൽക്കുന്ന സ്ഥലം. ഇവിടെ ഒളിച്ച് മറിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ അടിക്കാൻ പറ്റിയ ഏരിയ. നെക്സ്റ്റ് സ്നൈപ്പറൊക്കെ എടുത്തിട്ടാണ് നിൽക്കണേ. എടാ ഈ മായിരി എന്റെ അവസ്ഥ നോക്കിയാണ്, വാളും കൊണ്ടുപോയിട്ട്. ചിട്ടാ ബോബിനുള്ളിലേക്ക് ഓടിക്കേറിട്ട് പോയി. എടാ നോക്കടാ, ഞാൻ ചത്തത് അതിനകത്ത് കയറിയിട്ട് പട്ടിയാവണമെങ്കിൽ. എടാ MS അടി ഉണ്ട്, വെറുതെ അല്ല. ഞാൻ കളി പറഞ്ഞല്ലേ, MS അടി ഉണ്ട്. എടാ MS അടി ഉണ്ടടാ എൻ്റെ കയ്യില്. 75-ന് പുറത്തു പോണ്. അപ്പൊ ചാവല് തന്നെ ഇന്ന്. MS അടി ഉണ്ട് കേട്ടോ, MS അടി. നമ്മളീ ഒന്ന് മാത്രം പിടിച്ചിട്ട്. ഇവിടെ ഒരു പിടിക്കാനുള്ള ഇവിടെ. എടാ എനിക്ക് എന്റെ MS അടിയിൽ നല്ലോണം കിട്ടുന്നുണ്ടാ. എനിക്ക് 80 പോണ്ടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും MS ഉണ്ടോ? കളി തോൽക്കുമ്പോ വലിയ പറയണം. ഇപ്പൊ വരില്ല. അത് ശരിയാണ്, അപ്പൊ പറയല്ലേ. സാധാരണ ഈ MS അടിച്ചു. അവൻ എല്ലാരും കൂടെ അടിച്ച് വണ്ടിയുടെ ബാക്കിൽ ഒളിച്ച് മറഞ്ഞു നിന്നാ മതിയായിരുന്നു. നൈസ്. പുറകില. ഓ കണ്ടില്ലടാ. നൈസ്. മടക്കി. ഇല്ല കൊടുത്തു. രണ്ടുപേരുണ്ട് അതിനകത്ത്. ഇറ്റാച്ചി പോയട്ടാ. ഇറ്റാച്ചി അടച്ചവിടെ. പൈപ്പ് റേഞ്ചൊന്നും കേൾക്കണില്ല. ഇറ്റാച്ചി നിന്റെ പൈപ്പ് റേഞ്ച് എന്തിയാടാ?
ഇറ്റാച്ചി നൈസറാ, അത് നൈസ് അടിയായിരുന്നടാ അത്. നിനക്ക് ഞാൻ സപ്പോർട്ട് തരടാ. നൈസ് നൈസ് നൈസ്. ഓ അതിപ്പോ ചത്തനെ. ഓ നൈസറാ. ഓ സ്നൈപ്പർ. എല്ലാ കില്ലും ഓരോരുത്തർ കൊണ്ടുവന്ന് എനിക്ക് കില്ലില്ല. ഏതോ ഒരു മകൻ ഉണ്ടായിരുന്നു നമ്മളില്. ശരിയാണ്. ഈ മകൻ അടിച്ചിട്ട പോച്ച വീരൻ. ഏതോ ഒരു മകൻ ഉണ്ടായിരുന്നു. മുക്ക അലിസാന്റെ ടീമാ മുക്ക. മുക്ക് തന്നെ. നിസാന്റെ മകനാണോ? ഇനി അതല്ല, ലിസാന്റെ മകനാണോ ഇനി? മകൻ വാപ്പയില്ല, മോഹൻ കേറി. ഇനി അതായിരിക്കോ? മുക്ക് മുക്ക് മകൻ നമ്മളെ വിളിക്കേണ്ടിട്ടോ. വിളിച്ചു ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചു. വാർട്ട് അവൻ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യണം? ഞാൻ ജോയിന് അവന് വരാൻ പറ്റുമോ? അവൻ ഇൻവൈറ്റ് പോയിട്ട് അവിടെ സെലക്ട് ചെയ്യും. നിങ്ങള് ഞാൻ വിളിച്ചു ജോയിൻ ചെയ്ത് ഞാൻ നേരെ ഇതിനപ്പുറത്തേക്ക് പോകും. മകൻ പണിയെടുക്കുന്നുണ്ട്. വാ, നിന്നെ പോലത്തെ ഒരു മൂല തേടിയിരിക്കണ മകനെ. വാടാ. ഒരു മൂല മിസ്സിംഗ് ആണ് നമ്മളേലൊരു മൂല മിസ്സിംഗ് ആണ്. കാറ്റാടി മലയാളിയാണോ? കാറ്റാടി. മകൻ വന്നില്ല. വാപ്പായില്ല മോനും ഇല്ല, രണ്ടും പോയി. രണ്ടും വാപ്പായ മോനും കൂടെ എന്താണ്? കാറ്റാടി മലയാളിയാണല്ലോ. പക്ഷെ ഞാൻ ഇൻവൈറ്റ് പോണില്ലേ എന്തോ. എടാ എന്റെ ഇൻവൈറ്റിങ് എന്തിനാ പ്രശ്നം? അവന്റെ മൂല നമ്മള് ശരിയാക്കല്ല എന്നായിരിക്കും. കയ്യരിക്കിന് ഷാജിയേട്ടാ കൊടുക്ക് പോയി അടിക്കട്ടെ. ആ തരിപ്പ് തീരണമ്പോ അടിച്ചാലേ ശരിയാവുള്ളൂ. എന്നാണെങ്കിൽ ഒരു വിൻ സ്ട്രീക്കിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മൂടുള്ളൂ. ഇത് തോറ്റാ പോയി. സത്യോടെ ആ വിൻ സ്ട്രീക്കിലേക്ക് പോകുമ്പോ കളിച്ചങ്ങ് പോവാം. ഇല്ലെങ്കിൽ മൂഞ്ചി. കിങ് മാറ്റഡോർ പിഷുരു എന്ന് പറഞ്ഞ ആരോ ഉണ്ട് നമ്മുടെ അപ്പുറത്തെ എനിമിയിൽ. മാറ്റഡോർ, പിഷുരു, യാസ്, K3DLD അതൊക്കെ ആരാണ് എന്തോ. അയ്യോ ലോഡോട്ട് മാറിപ്പോയി മൂഞ്ചി. ആദ്യമേ പോയി. കണ്ടതിൽ സന്തോഷം. ഇതിപ്പോ എന്താ പറ്റില്ല? അതല്ലേ ഇതിപ്പോ എന്താ കില്ല എല്ലാരും. ഓ ഇവിടെ നിൽക്കണേ. പുല്ലിനിടയ്ക്ക് ഇറങ്ങുന്നുണ്ട്. പുല്ല സബ്ജി എന്റെ ഉണ്ട തീർന്നു. സബ്ജി എന്നെ പണിയുടെ അവിടെ ഇട്ട് ഉണ്ട തീർന്നപ്പോ. അതിനുള്ളിലിട്ട് നല്ല തൂക്കണ്ടോ. ഇവിടെ തന്നെ ആശ നിക്കായിരുന്നു കേട്ടാ. ഇനി ഒന്നാ നോക്കാം. എടാ ഒരുത്തനെ ഞാൻ തീ ഇട്ട അവിടെ കേട്ടാ. അവൻ തീര് വെടിയിച്ചോണ്ടിരിക്കണം. അവൻ തീര് വെടിയിച്ചോണ്ടിരിക്കണ്ടാ. ഞാൻ മൊളറ്റോപ്സ് ഇട്ടപ്പം
ഓ മയില് ചെന്ന് ചിലപ്പോ അങ്ങനെ വിളിച്ച തീരായിരുന്നു. എന്ത് പൊട്ടനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇറ്റാച്ച് കൊടുത്തേട്ടാ, ഇറ്റാച്ച് ലെജൻഡറി കണ്ണ് വെച്ച് ഇടയ്ക്കിടയ്ക്ക് അത് പുറത്തിറക്കുന്നുണ്ട്. എടാ പുള്ളി ഹെൽത്തായിട്ട് കയറടാ. അപ്പൊ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓ മയില് എന്നെ പൈപ്പ് റേഞ്ചിന് അടിച്ച്. എടാ നിന്റെ ഇറ്റാച്ചി നിന്റെ ചേട്ടച്ചാറ് കിട്ടിയടാ. അപ്പുറത്തുണ്ട് പൈപ്പ് റേഞ്ച്. അപ്പുറത്തുണ്ട് ഇറ്റാച്ചി. എന്നടി ഇറ്റാച്ചി കം ബാക്ക്. ഇതൊക്കെ എന്ത് ഇറ്റാച്ചി പണി തുടങ്ങിയേട്ടാ. 2.0 ഇറ്റാച്ചി പണി തുടങ്ങിയേട്ടാ. ഇവൻ ഫസ്റ്റ് കയറിയ സമയത്തെ ഇവൻ നമ്മുടെ തെറിഞ്ഞ് നൂബാണ്. അങ്ങനെയാണ് ഇവനെ കയറ്റിയത്. ഇവൻ മറ്റേ കളിക്കാരനൊന്നും ചിലപ്പോ കയറ്റില്ലെങ്കിലേ നമ്മളെന്താണ് വിചാരിക്കണം, ഓരത്തെ കളി അറിയുന്ന ഒരുത്തനിട്ടാ നമുക്കും താളം വിടാമല്ലോ എന്നാണ് ആലോചിക്കണത്. ഇവൻ നൂബ് എന്ന് പറഞ്ഞിട്ട് ആ എവിടെ കിടന്ന ഞാൻ എവിടെ വന്ന് കളി ചർച്ച നോക്കിയാണ്. ഇവിടെ ഒരു വൈക്കിംഗ് എന്ന് പറഞ്ഞെടുത്തോണ്ട് ഇരുന്ന് കളിക്കണ്ടോ ഒരുത്തനെ. അവൻ അതിനകത്ത് കയറി കിടക്കണം കേട്ടാ പട്ടി. അമ്മമാര് ഇറങ്ങണില്ല. നോക്കി കയറാം അമ്മമാരവിടെ ഇനി ക്യാമ്പ് ചെയ്ത് ഇറങ്ങി. അമ്മമാര് ഇറങ്ങണില്ല. നമ്മൾ പോയി ചാവാതിരുന്നത്. ഇറങ്ങിക്കേ. എവിടെ എന്താ അടിച്ച തന്നെ. അവന്മാരെല്ലാം ആള് മാറിയോ എന്നൊരു ഡൗട്ട്. കുറെ നേരം കൊടു ആവേശം കയറട്ടെ, തരിച്ച് കയറട്ടെ ഇങ്ങോട്ട്. എല്ലാം എടുത്തോ, കയ്യിലുള്ള എല്ലാ പറയും എടുത്തരും. സിറാജ നിന്നെ ഞാൻ രക്ഷിച്ചടാ. നിന്റെ ബാക്കിൽ നിന്ന് ഒരുത്തം വന്നു. മണ്ടല് സിറാജ മണ്ടലാണ്. നൈസറാ. ഇറ്റാച്ചി തന്നെ ഇത്. കൊണ്ടുപോയി ആദ്യത്തെ വെടിയിൽ. എടാ നിന്റെ ക്യാമറ നിന്നെ ചതിച്ചടാ. രണ്ടും മാറ്റിടാം. എപ്പിക്ക് സാധനത്തിൽ അവന് പണി കൊടുത്തേ. നൈസ്. നമ്മള് മൂന്ന് തന്നെ കേട്ടാ. ദാവീദ് കുറച്ചല്ലേ. ദാവീദ് ചെറിയ ചെക്കനാ പഠിച്ചോണ്ടിരിക്കണ. ആ ദാവീദ് പഠിച്ചോണ്ടിരിക്കുകയാണ്. അല്ല ദാവീദ് പഠിച്ചോണ്ടിരിക്കുകയല്ലല്ലോ. ആണോ? കുറച്ചായിട്ട് കാണാണ്ട് ക്ലബ്. ഈ നായ അങ്ങനെ പറഞ്ഞാണ് അന്ന് വന്നു നൂബാണേ. എടാ സീനൊന്നുമില്ല. കളിക്കണ നല്ലതാണ്, നമുക്കത് ഇഷ്ടമാണ്. നമ്മളെന്ന് വെച്ചാൽ നമ്മളും പട്ടി പോട്ട് നീയും പട്ടി പോട്ടായി പിന്നെ ആര് കളിക്കും, അതാണ് ആലോചിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെയാണ് ചിന്തിച്ചതല്ല. വീണ്ടും നിന്റെ വോയിസ് ഇപ്പൊ വന്ന് ഭയങ്കര വെള്ളത്തിനടിയിലാകുമ്പോഴാണ് കേൾക്കുന്നത് കേട്ടോ. ഒന്നും കേൾക്കാൻ വയ്യ. ഒറ്റക്ക് കളിച്ച്
വരട്ടെ പയ്യൻ എന്തോ കാര്യമായിട്ട് പറയുന്നു കേട്ടോ, ഒന്നും കേൾക്കണില്ല. വരട്ടെ. രണ്ടു വട്ടം ഞാൻ കേട്ടു, ബാക്കി സിറാജോ പറഞ്ഞാണ്. ഞാൻ ഒറ്റയ്ക്ക് കൂട്ടുകൂടുന്നതിന് മുമ്പില്ലേ കൂട്ടുകുടുംബം ഒറ്റയ്ക്ക് കൂട്ടുകൂടനായിട്ട് മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് കളിച്ചാണ് ലെജൻഡറി അടിച്ചത്. ഓ ഓ ഓ ഓ ഒറ്റയ്ക്ക് വഴിവിട്ട് വന്നവനാണെന്ന്. ഞാന് ഇത് കളിക്കാറില്ല. ഇപ്പോഴാണിത് ഞാൻ ഇന്ന കളി തുടങ്ങിയില്ല. 19 കളി തുടങ്ങിയിട്ടുണ്ടെന്ന്. 19, 18 ഇതിന്റെ സീസൺ നോക്കി കഴിഞ്ഞാൽ എടുക്കുന്നുണ്ട്. ആ സമയത്ത് എന്താ മെഡൽ എന്തോ ഉണ്ട്. ഞാൻ ഈ സാധനം റാങ്ക് കയറി കളിച്ചിട്ടില്ല ഇതില്. ഇതിപ്പോ നിങ്ങൾ മൾട്ടിപ്ലെയർ കളിക്കുന്ന ഞാനിത് ചുമ്മാ ഒരു രസത്തിന് കയറ്റിയ, പക്ഷെ അടിപൊളി കളിച്ചപ്പോ ഒരു സുഖം. ഞാനിത് എന്റെ തുടക്കം നമ്മൾ 19 നമ്മൾ കളിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ ഫണ്ണായിട്ട് പഴയ ഇതേപോലെ സാധാ ബോട്ടുമായിട്ടൊക്കെയാണ് കളിക്കുന്നത്. നമ്മൾ ഈ ലെജൻഡറി റാങ്കിൽ കയറൂല, സാധാ മാച്ച്. അന്ന് മലയാളികൾ ഒട്ടുമില്ല 19-20 കാലഘട്ടത്തിൽ. ഞാൻ കളിച്ചിന്റെ തുടക്കത്തിൽ ഒരു ഹൈദരാബാദി വന്ന് ഒരു ചെക്കൻ ഹൈദരാബാദി, അവനോട് ഹൗസ് ഡ്രൈവറാണ്. അവൻ കളിയുടെ ഇടയിലേക്ക് പോകും, കപ്പീല് വിളിച്ച് വാട്ടം വിളിച്ച് പറഞ്ഞിട്ട് കളിയുടെ ഇടയിൽ ഇറങ്ങിപ്പോവും. ഈ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ ഫോണിന്റെ ടാഗ് സ്കാൻ ചെയ്തോ, കണ്ടിന്യൂ ചെയ്തോ പറഞ്ഞിട്ട് കളിയുടെ ഇടയിലൊക്കെ പോയിട്ട് വരും. അവൻ തന്നെ ആയിരുന്നു ഇതുപോലെ മിസ് അടിക്കും, വിളിക്കും, ഇരിക്കും. JW ഇൻവൈറ്റ് 2 ദിവസം കൊണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. JW ഇന്ന് എനിക്ക് തോന്നുന്നു MS അടിക്കുന്നതുകൊണ്ട് ഇന്ന് ഇൻവൈറ്റ് ആർക്കും പോകില്ല എനിക്ക് തോന്നുന്നു. എനിക്കറിയാം 75-80 കൊണ്ടുവരാം എൻ്റെ MS. അതൊക്കെ പാടാണ്. അത് ഇതിനെ സംബന്ധിച്ചോളം ഞാൻ ഇവിടെ നിന്ന് അടിച്ചാൽ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് അവിടെ കിട്ടുള്ളൂ. സ്കോഡിനില്ലടാ, ഈ സമയത്തെ സ്ലോട്ട് ഫ്രീ ഉള്ളു, അപ്പോഴേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ പുതിയ ആൾക്കാരെ, മനസ്സിലായ? അല്ലാത്ത സമയത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. അതാ വിഷയം. അപ്പോഴും പുതിയ ആൾക്കാരൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. കേൾക്കാം, ഇവിടെ ഓടി കേൾക്കാമോ? ഹലോ ഹലോ സംഭവം എന്ന് വെച്ചാലേ ഈ സ്ലോട്ട് ഫ്രീ ഉള്ള സമയത്താണ് ഞാൻ പുതിയ ആൾക്കാരെ ആഡ് ചെയ്യണത്. അപ്പോഴാണ് അവർക്ക് കൂടെ കളിക്കാൻ പറ്റുന്നത്, മനസ്സിലായ? ഞാൻ എനിക്ക് വന്നിട്ട് അതിനകത്ത് ടീം ഇടൂലടാ, മറ്റേ ചാനലില് മെസ്സേജ് ഇടൂലേ, ആ സമയത്ത് ഞാൻ പറയുന്ന സ്ലോട്ട് സമയത്ത് ആഡ് ചെയ്യുന്നതാണ്. അതാണ് ആഡ് ചെയ്യണത്. ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കളിക്കുന്നവരുണ്ടെങ്കിൽ മറ്റേ ഐഡി ഇടാൻ പറഞ്ഞിട്ട്. അത് തന്നെ ആ സമയത്തൊക്കെ ഞാൻ ആഡ് ചെയ്യാം. ഓ സിറാജ് കൊടുത്തു എന്റെ ടോപ്പിൽ നിൽക്കണ്ടേ. ഓ മണ്ടേ തന്നെ തെണ്ടി അടിച്ചേട്ടാ. ഒരുത്തം വന്നറേ, ലിസാനെ പോലത്തെ ഒരുത്തം വന്നവിടെ. ഇത് ആരത്? ഇറ്റാച്ചി എന്നോട് ഈ പറഞ്ഞു സിറാജേ. ഇറ്റാച്ചിയിലേക്ക് റേഞ്ച് കൊടുത്തേട്ടാ ആശാൻ. മറ്റേ ജീനിക്കണായിട്ട് ഞാൻ പട്ടപ്ലോപ്പിട്ടാ. എനിക്ക് ഈ അടി, എനിക്ക് ഇതടി, മറ്റേ എന്താ പറയണ്ട MS അടി. MS അടിച്ചിട്ട് മാത്രം കാര്യമില്ല, സാധനം പിടിക്കണം. ഇത് നടക്കൂല. നീ എന്റെ ഇന്നും കൂടെ കാണുമ്പോ കാണും കേട്ടോ, ഞാൻ ലോഡോട്ട് മാറ്റിക്കൊണ്ടിരിക്കണത്. ഇതും കാണും, ഉറപ്പായിട്ടും കാണും. മുകളിൽ അടിക്കണോടാ ഒരു കൂറ. സത്യടാ ഇറ്റാച്ചി, മുകളിൽ നിന്ന് അടിക്കണ്ടാ. ചുറ്റി കേറി അടിക്കും.
ഹൈറ്റ്. എടാ എന്നെ ഇടതും വാക്കിന്ന് വലതും വാക്കിന്ന് എല്ലാം അടിക്കണ്ടാ. മയിരന്മാര് കേറിയതായിരുന്നു മയിരി. ഓഹ് എടാ എന്തൊരു അടിയടാ പട്ടികൾ അടിക്കണത്. ഒരു മയം പോലും തരണില്ലടാ മായകള്. അത് പറയാനുണ്ടോ? നമ്മള് കയ്യിന് പോണത് കളി. എടാ സൈഡ് ആ വിഷയം വെച്ചേക്കുന്നടേ ന്യൂപന്മാര്. നിക്ക് കൊടുക്കട്ടെ. ഒരുത്തൻ അടിച്ചാലും മറ്റവാൻ തിരിച്ചടിക്കേണ്ടത്, അതല്ലേ വിഷയങ്ങള്. ഞാൻ 82 MS-ലാണ് ഞാൻ കളിക്കുന്നത്. 82 MS. നൈസ് രാജ, സപ്പോർട്ടാണ് ബാക്കിൽ. ഞാൻ കേറാം. ഓ മയിരം അവന്മാരടിച്ച് തൊട്ടക്കത്തിലേ പോണേ. തൊട്ടക്കത്തിലാ പുറത്തോണേ. കുറച്ചൊന്ന് ഡൗൺ ആക്കിയാ മതി. ഒരുപാട് പോയി ചാവാതല്ലേ. ഇതാരും പിടിക്കാ. ഇതാരും പിടിക്കട്ടെ, നമുക്ക് പോവാം. എന്തൊരു അടിയാ പുണ്ട അടിച്ചത് തന്നെ. മണ്ടയിലൊരു പറയുന്നില്ല അവന്. ഓ മയിര അവൻ അവിടെ തന്നെ ഇരിക്കണ്ടേ. ഇവിടെ ലിസാൻ എങ്ങനെ ഇരിക്കും വലിയ ആൾക്കാർ പള്ളു വിളിക്കുന്നത്. മയിരന്മാര് ഏതൊക്കെ കാലിൻ്റെ നിന്ന് അടിക്കണമെന്തോ. എടാ എന്ത് അവസ്ഥയുടെ ആ മണ്ടേ കയറിയിട്ട് അടിക്കണ അവൻ എന്താ അടിയറ അടിക്കണത്. അവനെ അടിച്ച മണ്ടേ കയറി അവനെ അടി മയിര. എനിക്ക് കലിപ്പായി അവനെ. അത് തീർന്നിക്കണേ. ബി മൊത്തത്തിൽ തീർന്നിക്കണേ. ഇപ്പൊ പിടിക്കാൻ പറ്റും. ആരും പിടിച്ചില്ല. ഞാൻ പിടിച്ചു. ബി പിടിച്ചു. ഞാൻ പിടിച്ചിരിക്കാൻ. ഞാൻ ബി തന്നെ ഉണ്ട്. ഞാൻ ബി തന്നെ ഉണ്ട്. മയില് ഇവിടെ കിടന്ന് ഒരു ഷോട പോലും കുടിക്കാൻ പറ്റാതെ ഞാൻ ഇവിടെ കിടന്ന് കണ്ണീരൊടിക്കുകയാണ്. കറക്റ്റ് ഗ്യാപ്പ് ഉണ്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി വരണേ. നമ്മക്ക് എന്തൊരു മയില് ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പോണേ ഏട്ടാ. ആരെങ്കിലും പോയി പിടി. നമ്മളെ കട്ടയിലിട്ടാ ഞാൻ പിടിച്ച. ഞാൻ പോയി. ഇവിടെ മയില്. എടാ എന്ത് അവസ്ഥടാ. അവൻ എവിടെ നിന്ന് കയറി വന്നാ സ്ഥലം മാറിയടാ. എടാ മയിലെ മറ്റേ സാധനം എടുത്തിട്ട് ഇറങ്ങിക്കുന്ന ഒരുത്തി. ഓ വീട്ടിന്റെ മണ്ടയിലിരിക്കണ മലരനെയൊക്കെ. മയിരനെയൊക്കെ അവനെയൊക്കെ അടിയടാ. അവനെയൊക്കെ MG42 കൊണ്ട് പറഞ്ഞവനെയൊക്കെ ലിസാൻ ഒഴിച്ച് ബാക്കി എല്ലാ മയിലും അടി. എടാ അവ എന്ത് എടാ ഈ പട്ടി. ആരെങ്കിലും വാടോ. ഞാൻ പറഞ്ഞു
അതിനുള്ളിൽ കയറിയപ്പേ ഓ ഓ തറവറ പറഞ്ഞ് അടിച്ച് അതിനുള്ളിലില്ല അതിനുള്ളിൽ ഓ മൈലിയെ ചേച്ചി എന്റെ പൊന്നു ഇല്ല അവർക്ക് ചാൻസ് കൊടുത്തില്ല പൊന്നു ഞാൻ പറഞ്ഞില്ലേ ജയിച്ചതല്ല ജയിച്ചിട്ട്. ആയിരം. എന്തൊക്കെ സാധനോടാ നമ്മൾ കാണാത്ത ഒരുപാട് സംഭവങ്ങൾ നടന്നില്ല അതിനിടയ്ക്ക്. ഞാൻ കൊന്നുപോയി. നമ്മൾ കാണാത്ത കുറെ സംഭവങ്ങൾ ഇതിനകത്ത് നടന്നില്ലാന്ന്. പറ്റുന്ന അത്ര ഞാൻ അടിക്കും. നൈസറാ എല്ലാരും കളിച്ചാട്ടെ, എല്ലാരും കളിച്ചു, സൂപ്പറായിട്ട് കളിച്ചു. 20-21 കില്ല് 20 ഡെഡ്. നൈസറാ, കുഴപ്പമില്ല പിടിച്ച്. ഞാൻ വൈഫൈയും പറയുന്നു. നമ്മ പ്രോ നൂബ് പ്രോ നോബ്സ്. പ്രോ